ഹലോ, നിങ്ങളൊരു പുതിയ അമ്മയാണോ? നമ്മൾ അമ്മമാർക്ക് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം. അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ കുട്ടിയെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓയിൽ വെച്ചൊന്ന് മസാജ് ചെയ്യാം. മസാജ് ചെയ്താൽ അവരുടെ ബോഡി ഒന്ന് റിലാക്സ് ആവും. ഒന്ന് ഉറങ്ങുമ്പോഴവർക്ക് കുറച്ചും കൂടെ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് ഈ പഴയ ആൾക്കാർ ഈ ദേഹമൊക്കെ ഉടച്ച് കുളിപ്പിക്കുക അതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജെൻറ്റിൽ മസാജ് മതി. ഏതെങ്കിലും കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, ഒരുപാട് കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ബ്രാൻഡഡ് ബേബി പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുട്ടിയെ മസാജ് ചെയ്യാം. ജെൻറ്റിൽ മസാജ് മതി, പിടിച്ചുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ അങ്ങനെ നിലത്ത് കിടത്താതെ അപ്പോൾ തന്നെ കുളിപ്പിച്ചെടുക്കുക. കുളിപ്പിക്കുമ്പോൾ കുട്ടിയുടെ തല ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കുളിപ്പിക്കാൻ. മൂക്കിലും ചെവിയിലും ഒന്നും വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പൊക്കിളിൽ നമ്മുടെ ഈ പൊക്കിൾക്കൊടി വീണിട്ടുള്ള ആ ഒരു മുറിവിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുളിപ്പിച്ചതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. അവിടെ വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡോക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ വീട്ടിൽ പല ആൾക്കാരും പലതും പറഞ്ഞു തരും, അതൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി അവിടെ സൂക്ഷിച്ചാൽ മാത്രം മതി. എന്നിട്ട് നന്നായി ഡ്രസ്സ് ചെയ്യിക്കുക. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ഡ്രസ്സുകൾ അധികം യൂസ് ചെയ്യേണ്ട. അവർക്ക് നന്നായിട്ട് കവർ ചെയ്തുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രസ്സാണ് ഇട്ട് കൊടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും കുട്ടിയുടെ കൈ വെള്ളയും കാലിൻ്റെ വെള്ളയും തൊട്ട് നോക്കുക. അവിടെ തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ചെറിയതായിട്ട് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കുഞ്ഞിനെ ഒന്നെങ്കിൽ സ്വാഡിൽ ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ന്യൂ ബോൺ സ്റ്റേജിൽ കുട്ടികളുടെ ശരീരത്തുള്ള ടെമ്പറേച്ചർ പെട്ടെന്ന് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കളർ ചേഞ്ച് കാണുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക തന്നെ വേണം. പിന്നെ ഈ ചെറുതായിട്ട് കുട്ടി തണുത്ത് തുടങ്ങുമ്പോഴേ അവരെ കവർ ചെയ്ത് വെക്കുക. അവർക്ക് ഈ സമയത്ത് വേണ്ടത് ചൂടാണ് എന്ന് പറഞ്ഞു. ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ അമ്മയ്ക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. മറ്റൊരാളുടെ ഹെൽപ്പ് ഇതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്കോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആർക്കാണെന്ന് വെച്ച് ചെയ്യാം. അല്ലാതെ ഈ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്ക് തനിയെ ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നന്നായി കുഞ്ഞിനെ കവർ ചെയ്ത് തണുപ്പടിക്കാതെ ശ്രദ്ധിക്കുക. തണുപ്പ് ദേഹത്ത് അധികം ആകാൻ പാടില്ല ഈ ഒരു സ്റ്റേജിൽ.